മലയാള സിനിമയെ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഞങ്ങളെ സുഹൃത്തുക്കളെയും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എത്രത്തോളം മലയാള സിനിമയിൽ ഞങ്ങൾക്കൊക്കെ ഒരു സ്ഥാനം ഉണ്ടാക്കിത്തരാൻ ശ്രമിച്ച ഒരു സംവിധായകനാണ്. ഞാനും ഷാജിയും തമ്മിൽ വളരെ കാലമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അവസാനം വരെയുള്ള സിനിമകളിൽ അഭിനയിക്കുകയും AKG അഭിനയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ, ഇത് മാത്രമല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഡിസ്കസ് ചെയ്തിട്ട് വളരെ കാര്യമായിട്ട് ഞാനും ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹം KSFDC ചെയർമാനായിട്ട് വരുമ്പോഴും രണ്ടുപേരും ഓരോ കാര്യങ്ങളും സിനിമയുടെ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല സഹകരണമായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും വരും. അപ്പോഴാണ് ഞാനിങ്ങനെ ഇതേ രോഗം ബാധിച്ച് ഒരു വലിയ സിസേറിയനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എന്നെ കാണാൻ വൈഫുമായിട്ട് വീട്ടിൽ വന്ന ആളാണ് ഷാജി. ആ ഷാജി ഞാൻ പോകുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചിട്ടില്ല. ബന്ധം ഉണ്ടായിരുന്നു, എന്ത് കാര്യം ഉണ്ടായിരുന്നാലും വിളിക്കുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്നെയും അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും വളരെ നോട്ടബിളായിട്ടുള്ള റോളുകൾ തരികയും AKGയിലൂടെ എന്നെ ഒരിക്കലും നിഷേധിക്കാനൊക്കാത്ത വിധത്തിലൊരു സ്ഥാനത്തെത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. നിരന്തരമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കുടുംബമായിട്ടും വളരെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് അടുക്കുന്നവരടുത്ത് വളരെയേറെ അടുത്ത് പ്രവർത്തിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഷാജിക്കുണ്ട്. അങ്ങനെ ഒരു ആൾക്കാരെ കൂട്ടമായിട്ട് കൂടെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞ് ലോകത്തിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൽ ഇത്രയും വലിയ ഒരു പടത്തിന് തന്നെ 35ഓളം അന്തർദേശീയ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള വേറൊരു സംവിധാനം ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും എടുത്തുകൊണ്ട് വന്നിരുന്നത് ഓരോ കാര്യം കഴിയുമ്പോഴും തികച്ചും വിഭിന്നമായി പുതിയ തരത്തിലുള്ള സബ്ജക്റ്റുകൾ കൊണ്ടുവരുന്നതിലും അത് സമൂഹത്തിനോട് ഒട്ടി നിൽക്കുന്ന രീതിയിൽ, ചേർന്നു പോകുന്ന രീതിയിലും, നാളത്തെ തലമുറയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലും ഒരു ചിന്താധാരയുള്ള സംവിധായകനായിരുന്നു മലയാളത്തിൽ ഷാജി N. കരുൺ. പ്രമുഖരായ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ, അരവിന്ദനെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടെ തന്നെ നിൽക്കാൻ യോഗ്യതപ്പെട്ട ഒരാളാണ് ഷാജി N. കരുൺ. അദ്ദേഹം എന്തോ പെട്ടെന്ന് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ പോയതിന് ശേഷം വരേണ്ട പ്രായത്തിൽ എന്നെക്കാളും വളരെ താഴെയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള അദ്ദേഹം വളരെ നേരത്തെ പോയിരിക്കുന്നു. അത് മലയാള സിനിമയ്ക്ക് വളരെ ശക്തമായി അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ മലയാള സിനിമ ഉണ്ടാക്കുക മാത്രമല്ല, സിനിമാ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അക്കാഡമി ആദ്യമായിട്ട് ഇവിടെ സ്ഥാപിച്ചെടുത്ത അക്കാഡമിയുടെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം ആ രീതിയിലുള്ളൊരു പ്രവർത്തന രേഖയൊക്കെ ഇവിടെ ചലച്ചിത്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വളരെ ശാന്തനായ ആളുകളോട് പെരുമാറുന്ന, കാര്യങ്ങളെ ദീർഘദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരു നല്ല സുഹൃത്ത് വേർപൊഴിഞ്ഞതിൻ്റെ ദുഃഖവും, ഒപ്പം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ വിട്ടുപോയതിലുള്ള ദുഃഖം, അതിലുപരി പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ഞാൻ നിൽക്കുന്നത്.